ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്താനം സുഖം തന്നെയല്ലേ? ഞാനിന്നിപ്പോൾ ഒരു 9 മണിൻ്റെ ശേഷമാണ്, രാവിലെ 9 മണിൻ്റെ ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തിരുമ്പലും അലക്കലൊക്കെ കഴിഞ്ഞ് തോരടലൊക്കെ കഴിഞ്ഞേക്കണ്. നമ്മളെല്ലാവരും നേരത്തെ തന്നെ കുളിയൊക്കെ കഴിക്കൂട്ടാ. നേരത്തെ തന്നെ എല്ലാവരും കുളിയും കഴിഞ്ഞ് തിരുമ്പലും അലക്കലൊക്കെ അപ്പോഴല്ലേ കഴിച്ചാലും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ വെച്ചാൽ ഈ വൈതളങ്ങ മരത്തുമ്മൽ ഒരു 8 വൈതളങ്ങ ഉണ്ടായിരുന്നു. വലിയ വലിപ്പമൊന്നുമില്ല. അങ്ങനെ ആ വൈതളങ്ങൊക്കെ മുറിച്ച് അതിൻ്റെ തണ്ടൊക്കെ അരിഞ്ഞ് വെച്ചതാണ്. അപ്പം ഇനി അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രേ ഒക്കെ കഴിഞ്ഞ് തിരുമ്പലിതാ കയ്യും കൊടുക്കാനേക്കണ്. പിന്നെ അത് ഒലുമ്പി തോരടലും മെഷീൻ തന്നെ ഇട്ടുകൊണ്ടാണ് ഒലുമ്പി തോരടലാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ചോറ് വെച്ചപ്പോൾ കുറച്ചൊരു കുറവായിരുന്നു, അളവ് മാറിയിട്ടതാട്ടോ. അപ്പോൾ ഞാനിന്ന് മന്തിൻ്റെ അരി 1 മണിക്കൂർ വെള്ളത്തിലിട്ടുകാണ്ട് നെയ്ച്ചോറ് വെക്കണ മാതിരി ഒന്ന് വെച്ച് നോക്കിയതാണ്. ഉള്ളിയൊന്നും ഇടാതെ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചോറ്. അപ്പോൾ അതിലേക്ക് കോളിഫ്ലവറും ഉരുളങ്കിഴങ്ങും ഇറച്ചിയും കൂടി ഇട്ടുകാണ്ട് ഒരു കറിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വെള്ളരിക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ പുട്ടായിരുന്നു. അപ്പോൾ പുട്ടാണ്. പിന്നെ ഇത് വെളുത്തുള്ളിയും പുളി എല്ലാം കൂടി ഉള്ള ഒരു തരം സമ്മന്തിയാണ് കേട്ടോ. പണിക്കാർക്ക് കഞ്ഞിക്കും കൊടുക്കാൻ വിചാരിച്ച്. ഇത് നമ്മളെ നാരങ്ങച്ചാറും കഞ്ഞിക്ക് എടുത്ത് വെച്ചതാണ്. പിന്നെ ഉണക്കലിയും പൊരിച്ചതൊക്കെയാണ് അവർക്കുള്ള കഞ്ഞിക്കുള്ള കൂട്ടാൻ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കൊടുത്താൽ അവർ ആ സമയമാകുമ്പോൾ അവരെടുത്ത് കഴിച്ചോളും. പിന്നെ ആണിയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ആണി എടുത്ത് കാണ്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് അൾമാറിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ മേശൻ്റെ ഉള്ളിലാണ് ഇങ്ങനത്തെ പിന്നെ സ്കൂറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണം. ഓരോരോ ടാങ്കിൻ്റെ ടിന്നിലാക്കിയാണ്ട് ഈ അൾമാറിൻ്റെ ഉള്ളിലേക്കാണ്ട് വെക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ അധികം എവിടെയും തെരയാനൊന്നും നിൽക്കണ്ട, നേരെ അൾമാറിൻ്റെ ഉള്ളിൽ വന്ന് തിരഞ്ഞാൽ മതി. ഇത് കമ്പോസ്റ്റിൻ്റെ പൗഡറാണ്. നമുക്കിപ്പോൾ പഞ്ചായത്തു നിന്നൊക്കെ 2 ബോക്സ് തരുന്നുണ്ടല്ലോ, അതിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇതാ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നീക്കി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇവർ ഇവിടെ ഒരു കോട്ട് അടിച്ചേക്കണം കേട്ടോ. നമ്മൾ ഒരു തരം പച്ചയായിരുന്നു, അപ്പോൾ ഒരു കോട്ട് അടിച്ച് ഇട്ടതാണ്. പ്രൈമർ എന്തോന്ന് പറഞ്ഞ് ഏതായാലും അത് അടിച്ച് വെച്ചതാണ്. നമ്മൾ രണ്ടാമത്തെ കോട്ടുമൊക്കെ കൂടി അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് സാധനങ്ങൾ വെക്കും വേണം. രാത്രി തന്നെ ഈ അടുക്കളയിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റും മാറ്റി കൊടുക്കും വേണം. അപ്പോൾ ഇത് ഇന്ന് തന്നെ വെക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഈ ഓട്ടി കൂടെ നോക്കിയാൽ കണ്ടില്ലെങ്കിൽ നമ്മളെ തായേരിത്തെ വാതിലാണ് കാണുന്നത്. അത് നമുക്ക് ഗേറ്റ് വരെ കാണാം, റോഡ് വരെ കാണാം. റോട്ടിൽ നിന്ന് വരുന്നതും പോണതൊക്കെ ഈ ഓട്ടി കൂടെ നോക്കിയാൽ കാണട്ടോ. അടുക്കളയിൽ നിന്നാൽ തന്നെ ഇത് നല്ല വ്യൂ ആണ്. അപ്പോൾ ഇതാ ഈ ബെഡ്റൂം അടുക്കളയിൽ ആദ്യത്തെ മെയിൻ അടുക്കള നമ്മൾ ബെഡ്റൂം ആക്കിയല്ലോ, അതിലേക്കാണ് നമ്മൾ എല്ലാ സാധനങ്ങളും പിന്നെ ചെമ്പട്ടിയിലും ചെമ്പിലും നമ്മളോട് പറയാൻ ബക്കറ്റിലും ഇനി ഒരു സാധനം എന്തിലൊക്കെ വെച്ചാൽ അതിലൊക്കെ എന്ന് പറഞ്ഞ മാതിരി ആക്കി വെച്ചേക്കണേ. നമ്മൾ വിചാരിക്കും സ്റ്റോർ റൂം ക്ലീൻ ആക്കാനാണ് മക്കളെ ഉള്ള പണിയെല്ലാം കൂടി, എല്ലായിടത്തോടുള്ള പാത്രവും കാര്യങ്ങളും ഇവനും സ്റ്റോർ റൂമിലേക്കാരം. അതിങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണ് അറിയാം. ഇനിയാണെച്ചെങ്കിൽ പിന്നെ എത്ര മുക്കും മൂലയും റെഡിയാക്കി വെച്ചാലും എവിടെയെങ്കിലുമായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഏതായാലും ഇതൊക്കെ ഓരോരോ പാത്രങ്ങളിലാക്കിക്കാണ്ട് വെച്ചേക്കാണ്. ബക്കറ്റും പിന്നെ സ്റ്റീലിൻ്റെ ഡ്രമ്മും പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ്, വലിയ അരിയൊക്കെ ഒഴിച്ചുകാണ്ട് അരി ബക്കറ്റ് വരെ എടുത്തേക്കണം. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണ്ടേ. പിന്നെ സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യലില്ല. അപ്പോൾ ഏസക്കുട്ടീൻ്റെ അടിയിൽ നമ്മൾ പൊട്ടുന്നതൊക്കെ കിടക്കിയിലാണ് നമ്മൾ സാധാരണ കിടക്കിയിൽ ഇങ്ങനെ അട്ടിയട്ടായിട്ട് കൊണ്ട വെക്കലാണ് പാത്രവും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈസക്കുട്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ വെച്ചാൽ പാത്രങ്ങളുണ്ടാവില്ല. പിന്നെ സ്റ്റോർ റൂമിൽ തിരിച്ച് വെക്കേണ്ട ആവശ്യം വരില്ല. ഇതാണ് നമ്മളെ കമ്പോസ്റ്റ്, അതായത് വേസ്റ്റൊക്കെ ഇടാനുള്ള ബക്കറ്റ് ഇട്ടാ. അപ്പോൾ ഓരോന്നിലും ഇങ്ങനെ സെക്ഷനാക്കിക്കാണ്ട് വെച്ച് കൊടുത്തേക്കുകയാണ്. അപ്പോൾ ഒന്നിൽ ഗ്ലാസ്, ഒന്നിൽ പിന്നെ പാത്രങ്ങൾ ഒക്കെ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ ആക്കി, അതേമാതിരി വലിയ ബക്കറ്റിൽ വേറെയുള്ള സാധനങ്ങളാക്കി കൊടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. ഇതൊക്കെ നല്ല രാത്രി ചെയ്ത് വെച്ച പണിയാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയാണ് അതിൻ്റെ വേറെയുള്ള പണികളുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത പണിയാണ് കേട്ടോ. ഇത് ടൈല് ഉണ്ടല്ലോ, വലിയ ടൈല് ചെറിയ പീസാക്കി വെച്ചേക്കണ അറിഞ്ഞില്ല, അത് ഈ മതിലുമ്മൽ കഴുക്കാലുമ്മൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുത്തേക്കാണ്. ഇനി ഇവിടെ 2 കഴുക്കാലും കൂടി അങ്ങനെ ഒട്ടിക്കാണ്ട് ഇതാ ഇവിടെ ഒരു കഴുക്കാലുമ്മൽ. പക്ഷെ അടിയിൽ എന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ മാർബിളിൻ്റെ പീസാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ചേറ്റിയമ്പടിൻ്റെ അതേ മാർബിളിൻ്റെ പീസ് അടിയിൽ അതേ വലുപ്പത്തിൽ കട്ട് ചെയ്തുകാണ്ട് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഒട്ടിക്കാനും ഇതൊക്കെ ഉണ്ട്. ജസ്റ്റ് പോലും അങ്ങനെ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വൈകുന്നേരമായ സമയത്താണ് ഞാൻ ഇത് എടുത്തേക്കുണ്ട്. നമ്മളെ വണ്ടികളൊക്കെ എപ്പോഴും റെസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ ഓടുമ്പോൾ ആർക്കാരും റെസ്റ്റ് കാണുന്നില്ല അല്ലേ. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കണം.
അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളെ വൈകുന്നേരത്തെ ഒരു റിവ്യൂ ഉള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ ആകുമ്പോൾ പെയിൻ്റ് പെയിൻറ്റ് മാറ്റാൻ ആയി തുടങ്ങിയിരിക്കണം. മറ്റവർക്ക് സ്ക്വയർ ഫീറ്റിനല്ലേ പൈസ, അപ്പോൾ അവരെ സമയത്തിനാട്ടോ മാറ്റുക. അപ്പോൾ ലൈറ്റ് ഒരു മഞ്ഞയല്ല വെള്ളിയല്ല അങ്ങനെയൊക്കെ കൂടി പറഞ്ഞൊരു കളറിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് പേപ്പർ വിരിച്ച് കൊടുത്തേക്കാണ് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കംപ്ലീറ്റും സ്റ്റോർ റൂമിൻ്റെ അടിയും എല്ലാം ഒന്ന് തുണി കൊണ്ട് തന്നെ തുടച്ച് റെഡിയാക്കി എടുത്തേക്കണ്. ഇവിടെ ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്റ്റോർ റൂമിൽ സാധനങ്ങൾ വെക്കണ മാതിരി കളിസാമാനങ്ങൾ പരത്തിയിട്ടേക്കാണ്. അപ്പോൾ നമ്മളത് അതിൻ്റെ ബോക്സിൽ തന്നെ ഇട്ട് വെക്കുമ്പോൾ അവളെന്താ ചെയ്യുന്നത് വെച്ചാൽ അത് കംപ്ലീറ്റും പരത്തിയിട്ടിട്ട് ആ ബോക്സ് വേറെ റൂമിൽ കൊണ്ടുവച്ച് കാലിയാക്കിയിട്ട്. അപ്പോൾ അവളിപ്പോൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യണ മാതിരി ചെയ്തു ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റും അൾമാറ അടുക്കളയിൽ ഉള്ള സാധനങ്ങൾ കംപ്ലീറ്റും ഈ സ്റ്റോർ റൂമിൽ തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ടേബിളുമ്പോൾ പിരിച്ചിൻ്റെ സാധനങ്ങളും നമ്മൾ മറ്റേ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കാനുള്ളതും കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ഇനി നമ്മൾ അടുക്കളൻ്റെ അൾമാറ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ ആണ്ട് വെക്കാനുള്ള സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതാണ് ഇവിടെ തേക്കുന്ന ടേബിളുമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ച് കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ അൾമാറിൻ്റെ പണി കഴിഞ്ഞാൽ ആണ്ട് വെക്കണം. പെട്ടെന്നൊന്നും വെക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ മറ്റേ അടുക്കളൻ്റെ പണി തുടങ്ങുമ്പോൾ ഈ അടുക്കളയിൽ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ആ പാത്രങ്ങൾ മറ്റേ സ്റ്റോർ റൂമിലുള്ള പാത്രങ്ങൾ ഈ അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ആണ്ട് വെക്കൽ നടക്കില്ല. ഏതായാലും അവിടുത്തെ പണിയും കൂടി കഴിഞ്ഞാലേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഈ പണിയാൾ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ പിരിച്ചു പറഞ്ഞില്ല, ന്യൂസ് പേപ്പറൊക്കെ പിരിച്ചതിൻ്റെ ശേഷം നമുക്ക് വീട്ടിൽ വിരുന്നേര് വന്നു കേട്ടോ. അപ്പോൾ വിരുന്നേര് വന്നപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കി, പൊറാട്ടയും പത്തിരിയും ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നും ചെയ്തു. അപ്പോൾ അങ്ങനെ അവരും കൂടി പോയതിൻ്റെ ശേഷം പിന്നെ രാത്രി ഒരു 9:30 മണി ആയപ്പോഴാണ് ഇതെല്ലാം ക്ലിയറായിട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളെ ഭക്ഷണ പരിപാടിയും കൂടി വേഗം കഴിഞ്ഞു. മറ്റേത് 10:30 മണിയൊക്കെ ആവുമല്ലോ കാക്ക കഞ്ഞുടിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. പിന്നെ ലൈക്ക് അടിച്ചാൽ മറക്കരുത് കേട്ടോ മക്കളെ. കമൻറ്റ് ചെയ്താലും എന്തായാലും മറക്കാതെ എഴുതണം. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.